എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ടീച്ചറും പിള്ളേരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നെക്സ്റ്റ് സീസണിലേക്ക് നാഗവല്ലി ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സെക്ഷനും പിന്നെ ഫസ്റ്റ് സ്റ്റേജും അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റേജും 2 സ്റ്റേജ് നമ്മളിപ്പോൾ നാഗവല്ലി ഡാൻസ് കളിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഡാൻസ് നമുക്ക് പ്രോഗ്രാമിന് എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇതിന് പ്രോപ്പർട്ടീസൊക്കെ ആവശ്യമുണ്ട്. മണിച്ചിത്രത്താഴിൻ്റെ തീം അനുസരിച്ചിട്ടാണ് ഈ ഡാൻസ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മണിച്ചിത്രത്താഴ് ഡോറൊക്കെ വേണം. നാഗവല്ലിയുടെ ഡോറൊക്കെ ഇല്ലേ, അതൊക്കെ വേണം. അതൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കാനായിട്ട് കുറേ നോക്കി, പക്ഷെ എവിടെയും കിട്ടുന്നില്ല. അവസാനം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തു. കുട്ടികളെല്ലാവരും ചേർന്ന് ഞങ്ങൾ തന്നെ കാർഡ് ബോർഡൊക്കെ വെച്ച് സെറ്റാക്കി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ ഡാൻസിന് 7 പേരെയാണ് ആവശ്യം. ഞാൻ ഈ ഡാൻസ് തുടങ്ങിയ ദിവസം ഈ 7 പേരിലാകെ 3 പേരെ വന്നിട്ടുള്ളൂ. ബാക്കി ഉള്ളവരൊക്കെ ലീവായിരുന്നു. ആകെ 2 ആഴ്ചയാണ് ടൈം കിട്ടിയത്. 2 ആഴ്ചയും കിട്ടിയില്ല, 1.5 ആഴ്ച ടൈം കിട്ടിയത് നമുക്കിതൊന്ന് കമ്പോസ് ചെയ്ത് ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ. പഠിപ്പിച്ചാൽ മാത്രം പോരല്ലോ, അതിനനുസരിച്ച് പെർഫെക്ഷനും അതുപോലെ എക്സ്പ്രഷൻ കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാലാണ് ഒരു ഡാൻസ് പൂർണ്ണതയിലെത്തുള്ളൂ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 3 പേര് എന്നുള്ളത് 5 പേരായി. ബാക്കി 2 പേര് ഇനിയും വരാനുണ്ടായിരുന്നു. അവർ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെയാണ് വന്നത്. അങ്ങനെ ഞാൻ അവരെ ഒരാഴ്ച കൊണ്ട് ഞാൻ വേഗം പഠിപ്പിച്ചു. പ്രോഗ്രാമിൻ്റെ തലേ ദിവസം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കുട്ടികളിൽ ഒരാളായ സനുഷയുടെ കസിൻ മരിച്ചു. അപ്പോൾ എന്തായാലും ഒരു മരണമല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവളെ മാറ്റേണ്ടതായിട്ട് വന്നു. പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര നാൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും പഠിപ്പിച്ചതും മൊത്തത്തിൽ ഈ 7 പേരെന്നുള്ളത് 6 പേരാക്കണം. അത് മൊത്തത്തിൽ എനിക്ക് മാറ്റേണ്ടി വന്നു. പിന്നെ അന്നത്തെ ദിവസം പ്രോഗ്രാമിൻ്റെ തലേ ദിവസം ഞങ്ങൾ വീണ്ടും ഈ ഡാൻസ് ഒന്ന് റീകമ്പോസ് ചെയ്തു. മൊത്തത്തിൽ ഒന്ന് മാറ്റമൊക്കെ വരുത്തി. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ചെയ്തത്. ഈ ഡാൻസ് ഞാൻ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് മുതൽ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ചലഞ്ചസ് നേരിടേണ്ടി വന്നു. കുട്ടികളുടെ ഈ കുറവ്, അതുപോലെ എന്താ പറയുക ഈ പ്രോപ്പർട്ടി വാതിലുണ്ടാക്കുന്നത്, അത് നമ്മൾ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടും അത് വീണ്ടും ഈ കാർഡ് ബോർഡ് ആയതുകൊണ്ട് അതിങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ പരിമിതികൾക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അത് ഞങ്ങൾ ആ ഒരു ദിവസത്തിലേക്ക് എത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും ഡാൻസ് കണ്ട എല്ലാ ഓഡിയൻസിനും ആ ഡാൻസ് ഇഷ്ടപ്പെട്ടു. അതറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇവർ ആ ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് എന്താ പറയുക, ഞാൻ കരഞ്ഞു പോയി. സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ലേ, ആ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ നാഗവല്ലി ഡാൻസിൻ്റെ സെക്കൻഡ് പ്രോഗ്രാമാണ് ഇത്. നീതുവിൻ്റെ സ്കൂളിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ നാഗവല്ലി? സൂപ്പറായിരുന്നു. പൊളിച്ചോ? പൊളിച്ച്. നീതു നാഗവല്ലി എക്സ്പീരിയൻസ് പറ. അത്രേ ഉള്ളൂ. ദയേ അങ്ങനെ ഉണ്ടായിരുന്നടി? നല്ലായിരുന്നു. എന്തേ എങ്ങനെ ഉണ്ടായിരുന്നു? വീണിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? രാമനാഥൻ വീണിട്ട് അശ്വിനിയെ അതെന്തില്ലാത്ത അതൊന്നും നിനക്കില്ലാത്ത അനന്യേ ആരാ ചവിട്ടിയേ? നമ്മുടെ നാഗവല്ലി അവന്തികേനെ കണ്ണടിക്കൂടെ. അവന്തികേ നല്ലോണം ചവിട്ട് കൊടുത്താ?
കൊടുത്താ ശരിയായില്ലേ? ഇതൊന്നും കൂടി ചവിട്ടിക്കോ. അതാ വീഡിയോ കറണ്ട് കാണാം അവള് ചവിട്ടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു നാഗവല്ലി ഡോറ് പിടുത്തം? ചെയ്താ സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. ഞാൻ കഴിഞ്ഞ് കണ്ണടഞ്ഞു എന്റെ. കണ്ടില്ലല്ലോ. ഞാൻ ചോദിച്ചെന്ന് പറയാം എന്തുവായിരുന്നു ചേച്ചി. ഞങ്ങളുടെ സെക്കൻഡ് സ്റ്റേജ് പെർഫോമൻസ് ആണ് നാഗവല്ലിയുടെ. നീതുന്റെ സ്കൂളിലാ പോണേ അല്ലേ നീതു? അപ്പൊ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ എല്ലാരെയും വിളിച്ചിട്ട് കഷ്ടപ്പെടുന്നു. മോശമാണ്. ഞങ്ങളുടെ നാഗവല്ലി അത്രയ്ക്ക് വളരെ നല്ലതായതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഒരു അവസരം കിട്ടിയത്. അയ്യോ നീ രണ്ടുപേരുണ്ട്. പിന്നെ അടുത്ത മരങ്ങളുടെ പേര് ഇത് രാമനാഥൻ, ഇത് ആദ്യത്തെ നാഗവല്ലി, ശൃംഗാരപൂർവമുള്ള നാഗവല്ലി. ആ ഇതാണ് രൗദ്രഭാവമുള്ള നാഗവല്ലി. ബുഷോ റോഷ് റോഷ് ഇതിലല്ലോ മറ്റേ കുട്ടിയോടെ. ആ അവിടെ ഉണ്ടോ? ദേ തലവേദന മാറിയ ഈ രണ്ടെണ്ണം തിന്നുന്ന കാര്യത്തില് തല്ലുകൂട്ടാണല്ലോ. ചേച്ചി ഒന്നുമില്ല ചേച്ചി, ഇവിടെ ചുമ്മാ വഴക്കുണ്ടാക്കാൻ വരും. ഇങ്ങനെ രണ്ടാമത്തെ ചുമ്മാ കഴിച്ചോ. പാവനന്യ എന്താ ശരി ഇങ്ങനെ? അല്ല ഞാൻ വീഡിയോ എടുക്ക. ബിഹൈൻഡ് ദ സീൻസ് ഓഫ് നാഗവല്ലി. ചേച്ചി തിന്നുന്ന കാര്യമൊന്നും വീഡിയോ ഇടരുത് പെട്ടത് അതിന്ന് എടുക്ക്. ഞാൻ തുറക്കുവാടി കൊറേ നേരമായി വെള്ളം കൊച്ചെടുക്കും. എനിക്ക് അടച്ചോട്ടെ. നീ ഇപ്പൊ ആ മുഖത്തിട്ട സാധനം നീ തന്നെയാ. ആരാ ആരാ എന്താ എവിടുന്നാ നിങ്ങളൊക്കെ ആരാ? എന്താ പൂർവ്വ അപ്പൂടാ? ഇതാരാ ഇതാരാ ഇതാരാ?
പറു ഇതോ ഒണ്ടിയാ പുണ്യം മാത്രമേ ശരിക്കും ഓ അവള് സ്വയം അവളെ പുകഴ്ത്തുന്നത് അബൂട. അബൂട എത്രയല്ല പഠിക്കുന്നേ? ആറിലോട്ട്. പുള്ളിയോ? ആറിലോട്ട്. മാറുവോ? 2 ജയിക്കുവോ? ഇവിടെ 10 പഠിക്കുന്നവർ ജയിക്കുമെന്ന് പറഞ്ഞില്ല. നീതു എത്രയിലേക്കാ? നീതു +2. അയ്യോ ദയോ 10 കഴിഞ്ഞുള്ളു. +1 ആവുമെന്ന് അവൾക്ക് ഉറപ്പില്ല. അത് അങ്ങനെ. നന്ദനയോ? 10ലോട്ട്. അശ്വിനിയോ? അവളും 10 കഴിഞ്ഞേ ഉള്ളു. അനന്യോ? 10ലോട്ട്. അവന്തിക്കയോ? 8ലേക്ക്. ഞങ്ങൾക്ക് ഓരോറപ്പില്ലല്ലേ? ഞാനിനി 28ലോട്ട്. അല്ല 27ലോട്ട്. ഈശ്വര 27ലോട്ട്. ശങ്കരൻ തമ്പി എന്നുള്ളൊരു തമ്പുരാൻ അവളുടെ വൻപുകൾ കേട്ടറിഞ്ഞു മാടം വഴിതൻ മേടയിലങ്ങിനെ നാഗവല്ലിയെ ഗാനയിച്ചു രാമനാഥനും നാഗവല്ലിയും തമ്പുരാൻ തൻ മുന്നിൽ ചുവടുകൾ ചുരു
ഇതിലെ മധുമന്താരം ചൂടിയണയുക നീ ഇനി മാറി വരമന്നതിന്റെ മാറ്റേട പോലെ നാഗവല്ലി നീ വരൂ വരൂ ഇന്നേ രാവിൽ വെട്ടിങ്കൽ ദീപമായി രാമനാഥനിവരണയുകയാ തുടരുമീ നടകയിൽ ഇവരുടെ ഹൃദയമിതറിയുക നീ ഇമ്മോരം നിന്താരം കോടി പെയ്യുന്നേ നാടാടും മറന്ന മുതിർന്ന വസന്ത നിലാവിൽ ഇരവുകൾ പകലുകൾ കൊയ്തോ കാണ്ടേ പകയുടെ കടലിളകിയ ചിതറിയ കിഴികളുമായി ഇവരുടെ പ്രണയം ഇതറിയുകയാ ഉടവാളിനാൽ അവൾ കാണുകയാ പ്രിയനാം സന്യത്തൻ കാണരെ ശിര ചെയ്തത് ഘോരമായി അശരണയായി അലമുറയിൽ കരയും ഒരവരുടെ നെൽക്കളിലുടലും അവരുടെ കൂടെയാളും മാറിഞ്ഞാൽ ചെയ്തി അവനെ മറയുകയാ அந்த ஆஹரியில கீர்த்தனம் பாடிங்களா? ஆயாது நான் தான் நாகவல்லி. ദുർഗാഷ്ടമി നാഗവല്ലിക്ക് രക്താഷ്ടമി എട്ടാം നാൾ ഉയർകൊണ്ട് കലികൊണ്ട് നടമാടും അധികാര വീരാഷ്ടമി ശിവവിന്റെ ശിരസേന്തി ഉടലാകെ നിറമാടും ഓങ്കാര നടനാഷ്ടമി ഇന്നേക്ക് ദുർഗാഷ്ടമി നാഗവല്ലിക്ക് രക്താഷ്ടമി അധികാര വീരാഷ്ടമി ഓങ്കാര നടനാഷ്ടമി. Money.